ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ പണി തുടങ്ങി. ഒന്നാമത്തെ കാര്യം വിദ്യാർത്ഥികളോടാണ്. വിദ്യാർത്ഥികൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ പുത്തനത്താണയിലും ഈ കോട്ടക്കലിലും ഈ വളാഞ്ചേരിയിലുമൊക്കെ നമ്മുടെ പരിസരത്തുള്ള പല ടൗണുകളിലും ഡിങ്കോയിസത്തിന്റെ ക്ലബ്ബുകളുണ്ട്. എത്ര പേർക്കറിയാമത്? എന്താ ഡിങ്കോയിസം? എന്താ ഡിങ്കോയിസം? ലാ ഇലാഹ ഇല്ലാ ഡിങ്ക എന്ന് പറയുന്നതിനാണ് ഡിങ്കോയിസം. അഥവാ ഞങ്ങൾ ഡിങ്കനെ ആരാധിക്കുന്നു എന്ന. വളരെ ഫ്യൂ ആളുകളെ ഉള്ളൂ, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. കാരണം അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ലിബറലായിട്ടുള്ള ചില തോട്ട്സ് കൊണ്ടല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ലിബറലായിട്ട്. കാരണം ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കോളേജിൽ ലെക്ചറർ, വേറൊന്ന് ഒരു ഡോക്ടർ, പേരുകൾ പറയുന്നില്ല, അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ താളം തെറ്റലിനെ കുറിച്ചിട്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. മഞ്ചേരിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഒന്ന് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ലെക്ചറാണ്, ലേഡിയാണ്. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് 2 വർഷം മുമ്പ് ആക്സിഡന്റിൽ മരിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാലം. ഇത് വെറുതെ ഒരു പ്രഭാഷണമായി, ഒരു പ്രസംഗമായി നിങ്ങൾ കേൾക്കല്ലേ. നമ്മുടെ ഓരോ കുട്ടികളും ഇങ്ങനെ അപതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൽ ഒന്നാമതായി അവർ പ്രാക്ടീസ് ചെയ്തത് ഏതാണെന്നറിയോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമതായി പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയെങ്കിലും ലിബറലിസം കൊണ്ടുവരാൻ. എന്താ ലിബറലിസം? ലിബറലിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നിപ്പോകും സ്വതന്ത്രമായ ചിന്തയാണ് എന്ന്. എന്താണ് ഈ സ്വതന്ത്രമായ ചിന്ത? ഒരു ബൗണ്ടറി ഇല്ലാതെ ചിന്തിക്കുക എന്നതാണ്. അഥവാ മാതാവ് പിതാവ് എന്ന് പറയുന്ന. ഇന്നൊരു കുട്ടിയുടെ പോസ്റ്റർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം സ്വന്തം ജീവിക്കേണ്ടത് ഞാനാണ്, സഹിക്കേണ്ടത് ഞാനാണ്, പിന്നെ എന്തിനാണ് കുടുംബത്തെ അതിൽ പങ്കാളിയാക്കുന്നത്? ഒരു മുസ്ലിം കുട്ടി എഴുതിയൊരു പോസ്റ്റാണ്. എന്തിനാണ് വാപ്പയും ഉമ്മയും അതിലേക്ക് എരച്ചു കയറുന്നത്? ഈ ചോദ്യം നമുക്കിടയിൽ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അഥവാ മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, അല്ലാതെ ഭയങ്കര ഇമോഷനൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചോനാരി കുടുംബം മനോഹരമായി ഇവിടെ കാരണന്മാർ ഒരുമിച്ച് കൂട്ടി ആദരിച്ച് പിതാവാരാണ് മാതാവാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ മാതാപിതാക്കളോടുള്ള വലിയ വലിയ ചിന്തകൾ കടന്നു പോവാണ്. എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതെവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ട്. പക്ഷേ കാലം അവിടെ എത്തിയത് കൊണ്ട് മാത്രം പറഞ്ഞോട്ടെ, കാലം അവിടെ എത്തിയത് കൊണ്ട് പറഞ്ഞോട്ടെ. പ്രധാനപ്പെട്ട ഒരു ലിബറലിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു എത്തീസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു മകന് മാതാവിനോട് മോശമായൊരു ചിന്ത തോന്നിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അങ്ങനത്തെ ചോദ്യമേ ചോദിക്കാൻ പാടില്ല. ഒരു മകന് തൻ്റെ സുന്ദരിയായ ഒരു ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മാതാവിനോട് തോന്നിയാൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തിനാ അവിടെ പ്രസംഗിക്കുന്നതെന്ന്. പക്ഷെ ആ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എത്തീസ്റ്റാണ്, എത്തീസ്റ്റിനോടാണ്. ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, വ്യക്തിഹത്യയല്ല നമ്മുടെ ഉദ്ദേശ്യം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പ്രശ്നം എന്നാണ്. ഒരു മോന് മാതാവിനോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് അതേ വ്യക്തി ചോദിക്കുകയാണ് ഖുർആനിൽ എവിടെ നന്മ എന്ന്. ഇങ്ങനെ കുട്ടികൾ ഇവരുടെയൊക്കെ പിന്നാലെയാണ്. കാരണം ഇത്രമാത്രം എക്സ്ട്രീമിസത്തിലേക്ക് പോയി അവരുടെ വേറൊരു ലോകത്തെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ധമായി ഇതിനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളും പോകാതിരിക്കാനുള്ള സശ്രദ്ധയാണ്, വെറും ശ്രദ്ധ പോരാ, സശ്രദ്ധയാണ് നമ്മളിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇന്നാൾ കുറച്ച് കുട്ടികളെ ഞാൻ കൗൺസിലിംഗ് നടത്തി, മാസ് കൗൺസിലിംഗ് ആണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘടനക്കാരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ആ കുട്ടികൾ അധിക പേരും പറഞ്ഞത് അഥവാ ഉസ്താദുമാർ തമ്മിലുള്ള തല്ല് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ബേക്കോട്ട് പോകുന്നത് എന്നാണ്. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കുക, കുറ്റപ്പെടുത്തി സംസാരിക്കുക, ഈ സംസാരമാണ് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. കാരണം അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവരവർക്ക് തോന്നുന്ന ആദർശങ്ങളെ പറയുക എന്നത് നിർബന്ധമാണ്. ആ ആദർശം പറയുമ്പോൾ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുമെന്ന് തോന്നിപ്പോകുമെന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാപ്പ ഒരു മകൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ അവൻ നല്ല മസിൽമാനാണ്, നല്ല ഉഷാറായിട്ട് ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, എന്താ നീ ജിമ്മൊക്കെ പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ വെറുതെ തമാശ ചോദിച്ചോ. പറഞ്ഞു വാപ്പ നന്നായിട്ട് അടിക്കും സാറേ. എന്നിട്ട് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് അവ പറഞ്ഞു വാപ്പനിപ്പോൾ തിരിച്ചടിക്കാനൊന്നും പറ്റൂലല്ലോ, പക്ഷെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒന്നും തടുക്കണ്ടേ അതിനാണ്. അപ്പൊ കുട്ടികളിപ്പോൾ തടവാ തുടങ്ങിയത്, ഇനി ചിലപ്പം അതിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പൊ കുട്ടികളുടെ ഓരോ രംഗത്തുള്ള രംഗപ്രവേശനം പോലും വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ട്. അവർക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവർ ആ ലക്ഷ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ക്യാമ്പസുകൾ പോകുന്ന, കുടുംബസംഗമത്തേക്കാൾ ഞാൻ പോയിട്ടുണ്ടാകുക കോളേജുകളിലാണ്. കോളേജുകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്
നല്ല നല്ല കുട്ടികൾ എഴുന്നേറ്റെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാ ഇങ്ങനെ, എന്തുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈസ് അലൈഫ്. എന്നോട് കേരളത്തിലെ പ്രമാദമായ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന, പ്രമാദമല്ല ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമ്പസിൽ നിന്ന് ചോദിച്ചത് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് എന്താ തെളിവ് എന്നതാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മധ്യവയസ്കരായ ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഇതൊക്കെ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടോ? നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ChatGPT ചോദിച്ചു നോക്കൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേക ചാനലോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ പ്രഭാഷണം ആരൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അൽഗോരിതം നോക്കിയാൽ കിട്ടും. അത് നോക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നത് എന്ന് എനിക്ക് മൊബൈൽ നോക്കിയാൽ കേൾക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർ, ഏത് ഏരിയയിലുള്ളവർ. എൻ്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരിയക്കാരാണ് എന്ന് എനിക്ക് എൻ്റെ മൊബൈൽ പറഞ്ഞു തരും. ഇത് ChatGPT കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ കുട്ടികളുടെയും ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ChatGPT പ്രൈമിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിതിന്നിവിടെ പറയാൻ കാരണം നമ്മളിതൊന്നും അറിയാതെ ജീവിച്ച് മുന്നോട്ട് പോവാണ്. കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, എന്താണ് ഈ പറയുന്ന എലോൺ മാസ്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉദാഹരണത്തിന്, ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞതെന്നല്ല, നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. കാരണം ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഇനി നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഏതൊക്കെ ഫേഷ്യൽ ഉപയോഗിക്കണം, ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം ഇനി ഇറങ്ങാൻ പോണേ ഉള്ളൂ. കാരണം ആളുകളുടെ സെർച്ചിങ്ങിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി, അതിൻ്റെ അക്യുമുലേഷൻ മനസ്സിലാക്കി ഇന്ന പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ഭീമന്മാർ ചിന്തിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. ഇതാണ് അൽഗോരിതം. ആ അൽഗോരിതത്തിലൂടെ പോകുമ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ഏതിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കണക്കുകൾ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോഴാണ് അവർ സെർച്ച് ചെയ്യുന്നതൊക്കെ വേറെ വേറെ ലോകങ്ങളാണ്. കുട്ടികളുടെ ഗെയിം നമ്മൾ എടുത്തിട്ടുണ്ടോ? കുട്ടികളുടെ കളികളുണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ മൊബൈലായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും. ആ ഗെയിം ഏതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയുമോ? ആ ഗെയിം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഇപ്പൊ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. അമ്മമാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്രീ ഫയർ കളിച്ചാലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം? ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. നമ്മുടെ കുട്ടികൾ ഫ്രീ ഫയർ കളിച്ചാലുള്ളൊരു പ്രശ്നം, കുട്ടികളുടെ മെന്റാലിറ്റി മാറും. എന്താ ഫ്രീ ഫയർ? വെടിവെച്ച് തകർത്ത് പോകലാണ്. കുട്ടികൾ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുന്ന് പീരങ്കി, ഇവിടുന്ന് വെടി, അവിടുന്ന് ടാങ്കർ പൊട്ടിത്തെറിക്കല്. ഈ മെന്റാലിറ്റി കൂടും. ആ മെന്റാലിറ്റി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാകില്ല, എന്നാലും പറയാം. പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്, 4 ഭാഗങ്ങളാണ്. ഒരു മനുഷ്യനൊരാളെ കുറിച്ചിട്ട് ആദ്യം വരുന്ന പെർസെപ്ഷനാണ്. എന്താ പെർസെപ്ഷൻ? ഒരു തോന്നലാണ്. ആ തോന്നൽ പിന്നെ ബിലീഫ് സിസ്റ്റം, ഒപ്പീനിയനോ, അഭിപ്രായമാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരാള് ഇപ്പൊ എന്നോട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അയാളെ പറ്റി ആദ്യം ഒരു തോന്നലുണ്ടാകും, പിന്നെ അത് അഭിപ്രായമാകും, പിന്നെ അയാളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ ഒരാളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ വിശ്വാസം അങ്ങനെയാകും. അത് പിന്നെ ആറ്റിറ്റ്യൂഡാണ്. എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനോഭാവം അയാളെക്കുറിച്ച് പിന്നെ അങ്ങനെയായിരിക്കും. ഒരു പുതിയാപ്പിളിനെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചുക. ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡാവും. പിന്നെ ആ ഭർത്താവ് പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഗെയിമുകൾ ഒരുപാട് കളിച്ച് ഡിസ്ട്രക്റ്റീവ് ഗെയിം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ഉമ്മാരെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അവർ കളിക്കുന്ന കളി ഏതാണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലായി നെഗറ്റീവ് മൈൻഡിലേക്ക് എത്തുന്നത് എന്നും അവരാണ് കൂടുതലും തർക്കത്തിലേക്കും കുട്ടികൾ മാതാപിതാക്കളെ എതിർക്കുന്നതിലേക്കും എത്തിക്കുന്നത് എന്നതാണ് സൈക്കോളജിക്കൽ വ്യൂ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നും കൂടി പറയാം. ഒരു കുട്ടി വെടിവെച്ച് ആൾക്കാരെ കൊന്നിങ്ങനെ പോകുമ്പോൾ ആ ആളുടെ മെന്റാലിറ്റി മാറും, അയാളുടെ മൈൻഡ് മാറും. അപ്പൊ പിന്നെ ഒരാളെ അടിക്കുക, തകർക്കുക എന്നത് പ്രശ്നമല്ല.